ശ്രീമന്നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. ശ്ലോകം 10. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജാനന്നുപായമഥ ദേഹമജോ വിഭജ്യ സ്ത്രീ പുംസഭാവമഭജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയം സ്വം ഗോവിന്ദ മാരുതപുരേശ നിരുന്ധിരോഗാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ബ്രഹ്മാവ് തൻ്റെ 4 മുഖങ്ങളിൽ നിന്ന് വേദങ്ങൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയവയും സകല വിദ്യകളും ശിക്ഷാകൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം മുതലായ സകല വിദ്യകളും നിർമ്മിച്ച് മരീചി മുതലായിട്ടുള്ള പുത്രന്മാരിലെ അവയെല്ലാം അർപ്പിച്ച് അവർക്കെല്ലാം പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞപ്പോൾ സൃഷ്ടി വേണ്ട വിധത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല, പുരോഗതി ഉണ്ടാകുന്നില്ല സൃഷ്ടിക്ക് എന്ന് തോന്നിയപ്പോൾ ഭഗവാന്റെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചു. അനന്തരം അജ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവാണ്. ഉപായം ജാനൻ, അതായത് സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള ഉപായം, മാർഗം. ജാനൻ അറിഞ്ഞിട്ട് ഭഗവാന്റെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള ആ ഉപായം, ആ മാർഗം തെളിഞ്ഞു കിട്ടി. അപ്പോഴെന്താണ് ചെയ്തത്? ദേഹം വിഭജ്യ, തൻ്റെ ദേഹത്തെ 2ആയിട്ട് അങ്ങോട്ട് പകുത്തു. എന്നിട്ട് മനു തദ്വധൂഭ്യ, മനുവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപയുമായിട്ട് സ്ത്രീ പുംസഭാവം, സ്ത്രീ പുരുഷഭാവത്തെ, സ്ത്രീയും പുരുഷനും എന്ന ആ ഭാവത്തെ അഭജത് കൈക്കൊണ്ടു. ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ 2ആയിട്ട് അങ്ങോട്ട് പകുത്തു. ഒരാള് പുരുഷനും ഒരാള് സ്ത്രീയും. അപ്പൊ ആ പുരുഷൻ മനുവും സ്ത്രീ ശതരൂപയും. ഹേ മാരുതപുരേശ, ശ്രീ ഗുരുവായൂരിൽ അധിവസിക്കുന്ന ഭഗവാനേ ഗോവിന്ദ ഗുരുവായൂരപ്പ, താഭ്യാം, അവർ 2 പേരാലും, അതായത് മനുവും ശതരൂപയും, അവർ 2 പേരാലും, താഭ്യാം ച, അവർ 2 പേരാലും, മാനുഷകുലാനി, മനുഷ്യവംശങ്ങളെ, വിവർദ്ധയൻ, വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് അവരെ 2 പേരെ കൊണ്ടും, മനുവിനെ കൊണ്ടും ശതരൂപയെ കൊണ്ടും മനുഷ്യവംശങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ത്വം, അവിടുന്ന് ഗുരുവായൂരപ്പ, അവിടുന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവിടുന്ന് രോഗാൻ നിരുന്ധി, എൻ്റെ രോഗങ്ങളെ നിവാരണം ചെയ്യണേ എന്ന് മേൽപ്പുത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഗോവിന്ദൻ എന്നിവിടെ പറയുമ്പോൾ ഗോവിനെ രക്ഷിച്ചവൻ, ഭൂമിയെ രക്ഷിച്ചവൻ. ഭൂമിയെ രക്ഷിച്ചവൻ എന്ന് പറഞ്ഞാൽ വരാഹത്തിന്റെ രൂപത്തിൽ ജലത്തിൽ നിന്ന് ഭൂമിയെ കൊണ്ടുവന്നയാള്. ഇതെല്ലാം അർത്ഥമുണ്ട് ഗോവിന്ദ എന്ന ആ പേരിന്. ശ്രീ ഗുരുവായൂരപ്പ ശരണം.